അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്പലം മുഴുവൻ ഒരു വൺ ടൈം പ്രദക്ഷിണമൊക്കെ വെച്ച് തൊഴുത് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും മോർണിംഗ് തന്നെ തൊഴുത് പോകാമെന്ന് വിചാരിക്കും. കാരണം ഈവനിങ് ആകുമ്പോൾ തൊഴൽ വല്ലാണ്ട് നമുക്കൊരു ഭംഗിയിൽ നടക്കില്ല. കാരണം ഭയങ്കര റഷായിരിക്കും, വരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായതുകൊണ്ട് തന്നെ രാവിലെ തൊഴുതിട്ടാണ് മിക്ക ആൾക്കാരും പോവാറ്. ഈ 3 ദിവസത്തെ നമ്മളുടെ കലങ്കരി കഴിഞ്ഞാലും കുറേ സ്റ്റോളുകളൊക്കെ പിന്നെയും അവിടെ ഉണ്ടാവും. ഒരു 1 വീക്കോളം ഈ സ്റ്റോളുകളും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും അവിടുന്ന് സ്ഥലമൊക്കെ കാലിയാക്കി എല്ലാം നോർമൽ ഇതിലേക്ക് തന്നെ വരും. അപ്പോൾ അവിടുന്ന് തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ കസിൻസും അമ്മച്ചനും അമ്മമ്മയും എല്ലാവരും വെയിറ്റിംഗ് ആണ്. അവിടെ എത്തി പിള്ളേർ സെറ്റ് അവരുടേതായിട്ടുള്ള തകർക്കൽ പരിപാടികളൊക്കെ തുടങ്ങി. എന്തൊക്കെയോ പുതിയ കളിയെ കണ്ടുപിടിച്ച് എല്ലാം കളിച്ച് അവിടെ അർമാദിക്കുകയാണ്. നീലുവും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അവൾക്ക് പിള്ളേരായാൽ മതി, ചേച്ചിമാരും ചേട്ടന്മാരെടുത്ത് അവൾ ഓക്കെയാണ്. നമ്മളെ തന്നെ കണ്ട് ബോറടിച്ച് കാണും. കാരണം ഇവരെയൊക്കെ കാണുമ്പോൾ അവൾക്കൊരു പ്രത്യേക ഒരു എൻജോയ്മെൻറ്റും ഫണ്ണും കാര്യങ്ങളുമാണ്. അപ്പോൾ അവളും ഭയങ്കര ത്രില്ലാണ്. ആൻഡ് ഭക്ഷണമൊക്കെ അവൾ ഇങ്ങനത്തെ ദിവസങ്ങളിൽ വേഗം കഴിക്കും. എങ്ങനെ പെട്ടെന്ന് കഴിക്കുന്നതിന് നമ്മളറിയില്ല. ഞങ്ങളുടെയും ഏതാണ്ട് ലഞ്ച് ടൈമൊക്കെ ആയി. ഞങ്ങൾക്ക് നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും എല്ലാം അമ്മച്ചനെല്ലാം ഓർഡർ ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളും നല്ല അടിച്ച് പൊളിച്ചിരിക്കുകയാണ്. ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡെസേർട്ട്, മധുരം എന്നാണല്ലോ പൊതുവേ. അപ്പോൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ ഒരു കത്തിവെക്കൽ പ്രോസസ്സിലേക്ക് കടക്കാൻ പോവാണ്. അത് എല്ലാ ഗെറ്റ് ടുഗദറിനും എല്ലാവരും ഒരുമിച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കത്തിവെക്കലിന് പ്രത്യേകിച്ച് പഞ്ഞൊന്നുമില്ല.